ഹലോ എവരിവൺ. ഒരു ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ടോ? ഫ്ലൂറൈഡ് ഉള്ളത് വേണോ, ഫ്ലൂറൈഡ് ഇല്ലാത്തത് വേണോ, SLS അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് വേണോ, SLS ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് വേണോ, കുട്ടികൾക്ക് എന്ത് ടൈപ്പ് ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുക, സെൻസിറ്റിവിറ്റിക്ക് എന്ത് ടൈപ്പ് ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുക, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഏത് ടൈപ്പ് ഓഫ് ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് അഭിപ്രായങ്ങൾ കേൾക്കാം അല്ലെ. ഫ്ലൂറൈഡ് ഉള്ളത് വേണ്ട, അല്ലെങ്കിൽ SLS ഫ്രീ ആയിട്ടുള്ളത് വേണം, അങ്ങനെ പല ടൈപ്പ് ഓഫ് അഭിപ്രായങ്ങൾ. അപ്പൊ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും ഏതാണ് വാങ്ങാം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കാര്യം നമുക്ക് ഫ്ലൂറൈഡിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ അതോ ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് ആണോ ഉപയോഗിക്കേണ്ടത്? ഇതിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചാണ് നിങ്ങൾ ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ അതോ ഫ്ലൂറൈഡ് ഫ്രീ ഉള്ളതാണോ ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ് എടുത്തിട്ട് അവിടുത്തെ വെള്ളം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഫ്ലൂറൈഡിന്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ചില സ്റ്റേറ്റുകളിലെ വെള്ളത്തിൽ ഫ്ലൂറൈഡിന്റെ അളവ് കൂടുതലായിരിക്കും, എന്നാൽ ചില സ്റ്റേറ്റിൽ വെള്ളത്തിൽ ഫ്ലൂറൈഡിന്റെ അളവ് കുറവായിരിക്കും. ഇപ്പോൾ ഫ്ലൂറൈഡിന്റെ അളവ് കൂടുതലായിട്ടുള്ള സ്റ്റേറ്റിനെ നമ്മൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ രാജസ്ഥാൻ, മധ്യപ്രദേശ്, അതുപോലെ ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലാണെങ്കിൽ ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം അവിടുത്തെ വെള്ളത്തിൽ വളരെ കൂടുതൽ അളവിൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ വെള്ളത്തിന്റെ ഫ്ലൂറൈഡ് ലെവൽ പരിശോധിക്കാം. നോർമലി നമ്മളെ കേരളത്തിലെ വെള്ളത്തിൽ ഫ്ലൂറൈഡ് ലെവൽ കുറവാണ്. അപ്പോൾ ഫ്ലൂറൈഡ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഫ്ലൂറൈഡ് ആണ് നമ്മുടെ പല്ല് കേടാവാതെ സൂക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഫ്ലൂറൈഡ്. അപ്പൊ ഈ ഫ്ലൂറൈഡ് നോർമലി വെള്ളത്തിൽ കുറയുകയാണെങ്കിൽ അപ്പൊ ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ പല്ലിൽ ക്യാവിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കി സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പം ക്യാവിറ്റി ലെവല് നമ്മുടെ കേരളത്തിൽ കൂടുതലാണ്. അതിന്റെ ഒരു മെയിൻ കാരണം ഫ്ലൂറൈഡ് ലെവല് ലോ ആവുന്നതാണ്. ആരൊക്കെയാണ് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങൾ 1 മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് നൽകേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട്. അതായത് ഫ്ലൂറൈഡിന്റെ അളവ് കൂടിയത് കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. അപ്പൊ അങ്ങനെ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് ഫ്ലൂറൈഡ് അലർജി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിലും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. നോർമലി ഫ്ലൂറൈഡ് അലർജി കണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഇല്ലെങ്കിലും അതുപോലെ നിങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് SLSനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. SLS എന്ന് പറഞ്ഞാൽ സോഡിയം ലോറൈൽ സൾഫേറ്റ്. സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ടൂത്ത് പേസ്റ്റ് പതയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്ന് ചില ആളുകളിലൊക്കെ ഈ SLS അലർജി ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ SLS ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. മാർക്കറ്റിൽ കുറെ SLS ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉണ്ട്. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യും. ഇനി നിങ്ങളുടെ ഡൗട്ട് ഇതായിരിക്കും, എന്ത് തരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്? അതായത് ഏത് കളറുള്ള ടൂത്ത് പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റിന് പകരം ടൂത്ത് പൗഡർ ഉപയോഗിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എന്ത് കളറുള്ള ടൂത്ത് പേസ്റ്റ്, അല്ലെങ്കിൽ ഏത് ഫോമിലുള്ള ടൂത്ത് പേസ്റ്റ്, അതായത് ജെൽ ടൈപ്പിലുള്ളത് വേണോ അതോ നോർമൽ ടൈപ്പിലുള്ള ടൂത്ത് പേസ്റ്റ് വേണോ എന്നൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ ആണ് ഇനി പറയാൻ പോകുന്നത്. നോർമലി പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ആണ്. രണ്ടാമത് ജെൽ ഫോമിലുള്ള ടൂത്ത് പേസ്റ്റ് കൂടുതൽ അബ്രസീവ് കണ്ടന്റ് ഉള്ളതിനാൽ അത്ര അഡ്വൈസ് ചെയ്യാറില്ല. മൂന്നാമതായിട്ട് ടൂത്ത് പൗഡറിനെ കുറിച്ചിട്ട്. ടൂത്ത് പൗഡറിൽ അബ്രസീവ് കണ്ടന്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അബ്രസീവ് കണ്ടന്റ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി പല്ല് തേക്കുന്ന സമയത്ത് നിങ്ങളെ പല്ല് നന്നായി വൃത്തിയാവുന്നുണ്ടാവും. വൃത്തിയാവുന്നതിനോടൊപ്പം തന്നെ ഇനാമല് കണ്ടന്റ് കുറഞ്ഞു വരുന്നുണ്ടാവും. അതായത് പല്ലിന്റെ മുകളിലെ കോട്ടിംഗ് ആണ് ഇനാമല്. ഈ ഇനാമല് തേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ടൂത്ത് പൗഡർ മാക്സിമം ഉപയോഗിക്കാതിരിക്കും. ചിലർക്ക് പല്ല് നല്ല പതപ്പിച്ച് തേച്ച് കഴിഞ്ഞാലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നൊക്കെ പറയാറുണ്ട്. നല്ല കൂടുതലായിട്ട് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് അത് വെച്ച് പതപ്പിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്
ഈ ചില ടൂത്ത് പേസ്റ്റിൽ പെപ്പർമിന്റ്, ക്ലോവ്, മെന്തോള് ഇങ്ങനെയുള്ള കുറെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഇൻഗ്രീഡിയൻസ് ഉള്ള എസ്പെഷ്യലി ആയുർവേദിക് ടൈപ്പ് ഓഫ് ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലർക്ക് അലർജി ഫോമിൽ ചുണ്ടുകളിൽ അല്ലെങ്കിൽ മോണയിലൊക്കെ കളർ മാറ്റം സംഭവിക്കാറുണ്ട്. പിന്നീട് അത് ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് മാറ്റേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ഇങ്ങനെ അലർജി ഉള്ള ഒരാൾ അല്ലെങ്കിൽ കളർ ചേഞ്ച്, നിങ്ങളെ ചുണ്ടുകൾ വല്ലാതെ കറക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ക്ലോവ്, മിന്റ്, അതുപോലെ മെന്തോള് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ലാസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് പ്രിഫർ ചെയ്യുക. ജെൽ ഫോമിലല്ല പ്രിഫർ ചെയ്യേണ്ടത്, നോർമൽ ഫോമിലുള്ള വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് പ്രിഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആൻറ്റി സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് 1-2 ആഴ്ച നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലൂറോസിസ് ഉള്ള ഒരാളാണെങ്കിൽ ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. SLS അലർജി ആണെങ്കിൽ SLS ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. ഇനി ഒരു ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, ഏതാണ് അലർജി, ഏത് ഉപയോഗിച്ചാലാണ് അലർജി ഇല്ലാത്തത് എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനൊരു സ്പെസിഫിക് ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രിഫറബിളി വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ്, നോൺ ജെൽ ഫോമിലുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. ടൂത്ത് പൗഡർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ടൂത്ത് പേസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഏത് ടൈപ്പ് ടൂത്ത് പേസ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ.